വിഴുപ്പലക്ക് നല്ല ശീലമല്ലേ? തുണിക്ക് നല്ല നിറം വന്നിട്ടുണ്ട്. എന്നും ഇത് കാണണം കേട്ടോ. പുത്തനച്ചി പൊരപ്പുറം തൂക്കുന്ന് പറഞ്ഞതുപോലെ ആവരുത്. അല്ല, ഇനി അങ്ങനെയോ മറ്റോ ആയാ അതിന്റെ പണി പുറകെ വരും. നമ്മുടെയൊക്കെ ഡ്രസ്സ് ആ മനുഷ്യനെ കൂടെ അലക്കിക്കാനുള്ള സത്യം. എന്ത് തന്നെ ശ്യാമേ, ഈ അമ്മയെ കൊണ്ട് ഒരു രക്ഷയില്ലാതായിരിക്കാണ്. ഇറങ്ങി. എന്താ അമ്മ ഇതൊക്കെ? ഇതൊക്കെ പുറത്തു നിന്ന് ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? കാണട്ടടാ. എന്തായാലും ഇവിടെ ചിലര് CCTV വെക്കാൻ പോവല്ലേ. അതിനു മുമ്പ് എല്ലാവരും എല്ലാം കണ്ട എന്താ കുഴപ്പം? ഇവിടെ CCTV വെക്കണ്ടെന്നാണല്ലോ അമ്മ വിനയനോട് പറഞ്ഞിരിക്കുന്നത്. ഓ, അതപ്പോഴേക്ക് നിന്റെ കാതിലെത്തിയോ? കൊള്ളാം. ഇനി വിനയന് എന്റെ സഹായമൊന്നും ആവശ്യമില്ലല്ലോ. ഹലോ ഹലോ ഹലോ, ദേ കള്ളപ്പണി കാണിക്കല്ലേ. അതൊന്നുകൂടി കഴിയിട്ട് കൊണ്ടുപോടോ. ഇതിലഴക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ആഹാ, താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. പറയുന്നങ്ങ് കേട്ടച്ചാ മതി. ചെന്ന് കഴുകിക്കൊണ്ട് വാ. തന്നെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഞാനിന്ന് സത്യം വിട്ടേക്ക്. ഇതിലിപ്പോ ഇടപെടാതിരിക്കുന്നത് നല്ലത്. അങ്കിളെ, കോഫി എടുത്തു. വരുന്നു മോളെ. ദാങ്കളെ കോഫി. ഞാൻ രാവിലെ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അണ്ണനെ വിളിച്ചെല്ലാം പറഞ്ഞതാണല്ലോ. അണ്ണൻ മോളോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ മോളെ നഴ്സറി കൊണ്ടുവിടാൻ പോയിരുന്നു അങ്കിളെ. വഴിയിന്ന് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തിരിച്ചു വരാൻ അല്പം താമസിച്ചു. ആ, ഞാൻ ആ സമയത്തായിരിക്കും അണ്ണനെ വിളിച്ചത്. അമ്പിളിയെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്കിൾ ഇനി എന്തായാലും ഇവിടെ കാണുമെന്ന് കരുതിയായിരിക്കും അച്ഛൻ പോയത് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ വന്നതിന് ശേഷം എന്നെ കണ്ടിട്ടല്ലേ അണ്ണൻ പോവുള്ളൂ. ഇതിപ്പോ ഞാൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങളെ അറിയിക്കാതെ അണ്ണൻ പോയിരിക്കുന്നത്. അല്ല, ഇനിയിപ്പോ അച്ഛനും മോളും തമ്മിൽ വേണ്ടാത്ത സംസാരമൊന്നും ഉണ്ടായില്ലല്ലോ? അയ്യോ ഇല്ലെങ്കിലേ, അന്നത്തെ സംഭവത്തിന് ശേഷം വളരെ സൂക്ഷിച്ച ഞാൻ അച്ഛൻ്റെ അടുത്ത് പെരുമാറുന്നത്. ഒരു നോട്ടം കൊണ്ട് പോലും അച്ഛനെ വിഷമിപ്പിക്കില്ലെന്ന് ഞാനും രഘുവേട്ടനും ശപഥം ചെയ്തത് അങ്ങളെ. അതിൻ്റെയൊക്കെ എന്താ ആവശ്യം മോളെ? നിങ്ങൾ പഴയതുപോലെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നതും പെരുമാറുന്നതൊക്കെ ആയിരിക്കും അണ്ണനിഷ്ടം. നിങ്ങളുടെ നീക്കങ്ങൾ യാന്ത്രികമായിട്ട് തോന്നിയാലും അണ്ണൻ അണ്ണന്റെ വഴി നോക്കി പോയിന്നിരിക്കും. എനിക്ക് വയ്യ അങ്കിളെ. എന്തൊക്കെയാണെങ്കിലും അച്ഛന് ഒരു വാക്ക് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അച്ഛനത് ചൂണ്ടിക്കാണിച്ചാലല്ലേ ഞങ്ങൾക്കത് തിരുത്താൻ പറ്റൂ. ഏയ് മോള് വെറുതെ ടെൻഷനാവൊന്നും വേണ്ട. അണ്ണൻ ചിലപ്പോ പിണങ്ങിപ്പോയെന്നും ആയിരിക്കില്ല. ചിലപ്പോ ഇനി ശീരുവിന്റെ മക്കളെ വല്ല ഹോസ്പിറ്റലിലും ചെക്കപ്പിനും മറ്റോ കൊണ്ടുപോയതാണെങ്കിലും